എന്റെ ഒരു സ്വർണ്ണപ്പണി ചെറുക്ക മൊത്തത്തിൽ പാളിപ്പോ സമാധാനം ഇല്ലടാ. ഉണ്ടായിരുന്ന ഒരു ജോലിയും പോയി. ഇനി മേലോട്ട് നോക്കിയിരുന്നോ എന്റെ യൂട്യൂബ് വരുമാനം. ചെറുക്ക നീ നമ്മളെ ഫോട്ടോ എടുത്ത് കോൺഗ്രസിന് തേങ്ങ കഴിച്ചു പറ്റിപ്പോയി. ചേച്ചി പ്രശ്നമായി, ചേച്ചി മൊത്തം പ്രശ്നമായി. എന്തടി നല്ല പണി കിട്ടി. വീണ്ടും പ്രശ്നമായോ? എന്റെ പൊന്നെ, കാര്യം പറ. നിങ്ങൾ രാവിലെ പറഞ്ഞില്ലേ മറ്റേ കാര്യം? മറ്റേ കാര്യം ഏത് കാര്യം? രാവിലെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ നിങ്ങടുത്ത്? നീ രാവിലെ എന്ന് പറയുന്നത് കാര്യം എന്താ പറയാ? ഒന്നാമത് മനുഷ്യന്റെ മൂട്ടിൽ തീ വീണ അവസ്ഥയിലോട്ട് ഇരിക്കുന്നത്. എടി അച്ഛന്റെ അടുത്ത് അഖിലിന്റെ കാര്യം വിളിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ? ആ ബെസ്റ്റ്. അതിന് അത് എങ്ങനെയെങ്കിലും ഒരുവിധം സോൾവ് ആക്കി. പിന്നെന്ത് പ്രശ്നം? ഇവിടുന്ന് ഏവനെ ഒരുത്തം വിളിച്ച് പറഞ്ഞിരിക്കണം എനിക്ക് മെന്റലാണോ, ഞാൻ വട്ടിന്റെ ഗുളിക കഴിച്ചോണ്ടിരിക്കണമെന്ന്. വട്ടിന്റെ ഗുളിക കഴിക്കാം, അതിനൊക്കെ ഒറ്റയ്ക്കല്ല, എല്ലാവരോടും ഒരുമിച്ച്. അതെ, എല്ലാവരുടെയും ജോലി പോയിട്ടിരിക്കുമ്പോഴാണ് അവരുടെ വട്ടിന്റെ ഗുളികയും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. കഞ്ഞികൂടി മുട്ടീന്ന്. എന്തിന് ഫോട്ടോസ് എല്ലാം പ്രശ്നമായിരുന്നു. ഓഫീസിനകത്ത് ഫോട്ടോ എടുത്തുകൂടെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന? എടി പൊട്ടിക്കളി, ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ഇതിനകത്ത് ഫോട്ടോസ് ഒന്നും അലൗഡ് നിനക്ക് അറിഞ്ഞൂടെ? അതിപ്പോ ഭയങ്കര കംപ്ലൈന്റ് ആയി. അടിപൊളി. അപ്പം എന്റെ ജോലിയും പോകും, കല്യാണവും മുടങ്ങും. എന്റെ അഖിലേട്ടോ, നിന്റെ അഖിലേട്ടൻ. അല്ല, എനിക്കൊരു കാര്യം പറയാനുള്ളത്, 24 മണിക്കൂർ പണിയെടുത്തോണ്ടിരിക്കണ ഇവരെയും കൂടെ ഇവൻ ഫോട്ടോ പിടിച്ചേർത്തില്ല. ഇപ്പൊ അവരെ ജോലി പോവല്ലോ എന്നാണ്. അല്ലെങ്കിൽ ദൈവമേ, ക്രിസ്റ്റീന, ഇതേ നമ്മുടെ ഓഫീസിന്റെ മൊറലിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, എല്ലാവരുടെയും ജോലിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അയ്യോ, ഞാൻ എന്ത് ചെയ്യാനാ സാറേ? പിന്നെ ഞാൻ അങ്ങനെ ചെയ്യൂ? നിങ്ങളൊക്കെ ഒരു ടീമും ഞാൻ ഒറ്റയ്ക്കുമല്ലേ? സാറിന് തോന്നുന്നുണ്ടോ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു? ആഷിക്കേ, നീ ഇവരെയൊക്കെ വെച്ച ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തില്ലേ? അതിൽ കമ്പനിയെ ടാഗ് ചെയ്തിട്ട് #ആഡ് ചെയ്തിരുന്ന അടിച്ചിരുന്നു സാർ. പണ്ണറ്റ് വർക്കുന്നു. നീ അതും ചെയ്തോടാ ദ്രോഹി, നിന്നെ ഞാനുണ്ടല്ലോ. അത് കത്തി കേറി. അയ്യോ, എടാ അത് ട്രെൻഡിങ് ആണെന്നാ ഫോട്ടോ. ആ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. എന്ത് ട്രെൻഡിങ്? നീ എടുത്ത ആ ഫോട്ടോ ഇല്ലേ? അത് ലിങ്ക്ഡിനിൽ വരെ നീ പോസ്റ്റ് ചെയ്തില്ലേ? അത് ട്രെൻഡിങ് ആയി. എന്നുവെച്ചപ്പോ കുഴപ്പമുണ്ടോ? അതാ കുഴപ്പമില്ലേ? ഇല്ല. അപ്പൊ നമ്മുടെ ജോലിക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. അതാണ് അഖിലേട്ടൻ. അത് വേറൊരു കഥയാണ് സാർ, അത് പിന്നെ പറയാം. ഇതെന്താ സംഭവിച്ചെന്ന് ഓക്കെ, ഒരു മിനിറ്റ്. നമ്മൾ ആ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യല്ലോ, നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്ന കപ്പിൾ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യില്ല? കപ്പിൾ ഫോട്ടോ എല്ലാം ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യണം. ഇതുപോലത്തെ അറ്റ്മോസ്ഫിയർ കമ്പനിയിലെ സ്റ്റാഫിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഏതാ കമ്പനിയെ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡിങ് ആണ്. ഏതാ കമ്പനിയെ അന്വേഷിച്ചുകൊണ്ട്. അല്ല സാർ, അതെന്താ ശരിയാവും? അല്ല, ഇത് ഓഫീസിന്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതും പിന്നെ കപ്പിൾ കോൺടെസ്റ്റിൽ കപ്പിൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തൊക്കെ പ്രശ്നമല്ലേ? അതിപ്പോ രണ്ട് കാര്യങ്ങളുണ്ട് ക്രിസ്റ്റീന. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ വെച്ചെടുത്ത ഫോട്ടോസ് ഒന്നും നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റിയെ ബാധിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ് അല്ല. ഈ സൈഡും വോളും ഒക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ ഈ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ഇല്ലേ, അതിലെല്ലാം മുങ്ങിപ്പോക്കോളും. അയ്യോ, മുങ്ങിപ്പോയില്ല. ശ്രീനി സാർ ഇപ്പം വിളിച്ച് വെച്ചതേ ഉള്ളൂ. പുള്ളി #ഹാപ്പി. ആ പോസ്റ്റ് എടുത്ത് നോക്കുക, അതിന്റെ താഴെയൊക്കെ വേറെ കമ്പനിയുള്ള സ്റ്റാഫുകളൊന്നും കമന്റ് എടുത്തുണ്ട് അവരുടെ കമ്പനി ഇങ്ങനെ ആവണമെന്ന് പറഞ്ഞിട്ട്. താങ്ക് യു ക്രിസ്റ്റീന. താങ്ക് യു ക്രിസ്റ്റീന. അതൊന്ന് ഞാൻ പറഞ്ഞ പോലെ ബാക്കി എല്ലാ കാര്യങ്ങളും ആ മാർക്കറ്റിംഗ് മുങ്ങിപ്പോക്കോളും.